കനത്ത മഴത്തുള്ളികൾ ബസ് സ്റ്റാൻഡിന്റെ മേൽക്കൂരയിൽ പതിച്ചുകൊണ്ടിരുന്നു. 8 വയസ്സുകാരനായ ആൺകുട്ടി തന്റെ നനഞ്ഞ കുട്ടയിൽ ബാക്കിയുണ്ടായിരുന്ന 10 സമൂസകളിലേക്ക് നോക്കി വിഷമിച്ചിരുന്നു. വൈകുന്നേരം 4 മണി കഴിഞ്ഞിരുന്നു. ഇതുവരെ ഒരു സമൂസ പോലും വിറ്റുപോയിട്ടില്ല. അവന്റെ കീറിയ വസ്ത്രങ്ങൾ മഴയിൽ നനഞ്ഞിരുന്നു. പക്ഷേ അവൻ തോൽക്കാൻ ഒരുക്കമായിരുന്നില്ല. സമൂസ എടുത്തോളൂ, ചൂട് സമൂസ, അവൻ തന്റെ നേർത്ത ശബ്ദത്തിൽ വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു. ബസ് സ്റ്റാൻഡിലിരുന്ന യാത്രക്കാർ അവനെ നോക്കി മുഖം തിരിച്ചു. അസുഖമുള്ള അമ്മയ്ക്ക് മരുന്ന് വാങ്ങാൻ സമൂസ വിൽക്കുന്ന ആ കുട്ടിയെക്കുറിച്ച് ആർക്കും ഒരു ശ്രദ്ധയുമുണ്ടായിരുന്നില്ല. ഇതിനിടയിൽ ബസ് സ്റ്റാൻഡിന്റെ മൂലയിൽ നിന്നിരുന്ന 5 പോലീസുകാരുടെ ശ്രദ്ധ ആ കുട്ടിയുടെ മേൽ പതിഞ്ഞു. മുഖ്യ പോലീസ് ഓഫീസറായ കൗശൽ യാദവ് തന്റെ 4 സഹപ്രവർത്തകരായ അർജുൻ രാഘവ്, വിക്രം ത്യാഗി, കരൺവീർ താക്കൂർ എന്നിവരോടൊപ്പം മഴയത്ത് നിന്നും രക്ഷപ്പെടാൻ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. അവരുടെ യൂണിഫോമിൽ മഴത്തുള്ളികൾ തിളങ്ങി. പക്ഷേ അവരുടെ മുഖത്ത് ഒരു ദയയുമുണ്ടായിരുന്നില്ല. നോക്കൂ, ഈ ചെറിയ കുട്ടി സമൂസ വിൽക്കുന്നു, കൗശൽ യാദവ് തന്റെ കൂട്ടുകാരനോട് പറഞ്ഞു. എന്തുകൊണ്ട് നമുക്കവന്റെ സമൂസകൾ സൗജന്യമായി കഴിച്ചുകൂടാ? ബാക്കി 4 പോലീസുകാരും ഒരു ദുഷ്ട ചിരി ചിരിച്ചു. എടാ ചെറുക്കാ, ഇങ്ങോട്ട് വാ, കൗശൽ യാദവ് കുട്ടിയെ കൈകൊട്ടി വിളിച്ചു. കുട്ടിയുടെ കണ്ണുകളിൽ പ്രതീക്ഷയുടെ തിളക്കമുണ്ടായി. അവൻ ഓടിച്ചെന്ന് അവരുടെ അടുത്തേക്ക് ചെന്നു. സാറേ, എത്ര സമൂസ വേണം? ഒന്നിന് 10 രൂപയാണ്, കൗശൽ യാദവ് ആംഗ്യം കാണിച്ചു. അർജുൻ രാഘവ് കുട്ട മുഴുവൻ തട്ടിപ്പറിച്ചു. 5 പോലീസുകാരും ആസ്വദിച്ച് എല്ലാ സമൂസകളും കഴിച്ചു തീർത്തു. കുട്ടി പണം ചോദിച്ചപ്പോൾ അവൻ ഉറക്കെ ചിരിച്ചു. എടാ ചെറുക്കാ, ഞങ്ങൾ പോലീസുകാരാണ്, ഞങ്ങളോടാണോ നീ പണം ചോദിക്കുന്നത്? വിക്രം ത്യാഗി പരിഹസിച്ചു. കുട്ടിയുടെ കണ്ണുകൾ നിറഞ്ഞു. സാറേ, എന്റെ അമ്മയ്ക്ക് വയ്യ, എനിക്ക് മരുന്നിനുള്ള പണം വേണം, അവൻ കരഞ്ഞുകൊണ്ട് പറഞ്ഞു. കൗശൽ യാദവിന്റെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു. ഇപ്പോൾ സംസാരിക്കുന്നോ? ഓടിപ്പോയി ഇവിടുന്ന്, കുട്ടി അവരുടെ കാൽക്കൽ വീണു. സാറേ, പകുതി പൈസയെങ്കിലും തരൂ. അപ്പോൾ കൗശൽ യാദവ് ദേഷ്യത്തോടെ കുട്ടിയുടെ നെഞ്ചിൽ ശക്തിയായി ചവിട്ടി. കുട്ടി നിലത്തു വീണു. അർജുൻ അവന്റെ ചെവിക്കിട്ട് ഒരടി കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഇവിടെ നിന്ന് പോകൂ, അല്ലെങ്കിൽ ഞങ്ങൾ ജയിലിലിടും. അവൻ ആരുടെ സമൂസയാണോ വിറ്റിരുന്നത് ആ സമൂസക്കാരനും പറഞ്ഞു, സാറേ, ഇത് പാവം കുട്ടിയാണ്, ഇവന്റെ പണം കൊടുക്കൂ. പക്ഷേ അയാൾക്കും അടികിട്ടി. വിക്രം ത്യാഗി അയാളുടെ മുഖത്തടിച്ചു. നിനക്കെന്തൊരു ധൈര്യം, കൗശൽ യാദവ് ആജ്ഞാപിച്ചു. ഇവനെ പിടിച്ച് ജയിലിലിട്. രൺവീർ താക്കൂറും വിക്രം ത്യാഗിയും സമൂസക്കാരനെ പിടിച്ചു. കുട്ടിയെ കൗശൽ യാദവ് ഭീഷണിപ്പെടുത്തി. നിനക്കും ജയിലിൽ പോകണോ, അതോ ഇവിടെ നിന്ന് ഓടിപ്പോകുന്നോ? കുട്ടി ഭയന്ന് കരഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ഓടിപ്പോയി. പക്ഷെ ഈ പോലീസുകാർക്ക് അറിയില്ലായിരുന്നു, അവർ ഇത്ര ക്രൂരമായി ഉപദ്രവിച്ച കുട്ടി മറ്റാരുടെയുമല്ല, ജില്ലയിലെ DM ആയ ശിവാനി മേത്തയുടെ സ്വന്തം ചോരയാണെന്ന്. 6 വർഷം മുൻപ് കുട്ടിക്ക് വെറും 2 വയസ്സുള്ളപ്പോൾ ഒരു മേളയിൽ വെച്ച് അമ്മയിൽ നിന്ന് വേർപെട്ടു പോയതാണെന്ന്. DM ശിവാനി മേത്ത അന്നു മുതൽ തന്റെ മകനെ തിരയുകയായിരുന്നു. പക്ഷേ ഒരു തുമ്പും കിട്ടിയില്ല. ഇന്ന് ഈ പോലീസുകാരുടെ മുന്നിൽ നിസ്സഹായനായി നിന്ന ആ കുട്ടി അവൾ ദിവസവും ഓർക്കുന്ന അവളുടെ പ്രിയപ്പെട്ട മകനായിരുന്നു. ഇപ്പോൾ അവന്റെ കൂടെ താമസിക്കുന്ന അമ്മ അവന്റെ യഥാർത്ഥ അമ്മയായിരുന്നില്ല, മറിച്ച് കാണാതായ ഒരു നിഷ്കളങ്കനായ കുട്ടി കരയുന്നത് കണ്ടപ്പോൾ ആശ്രയം നൽകി 6 വർഷമായി വളർത്തുന്ന വളർത്തമ്മയായിരുന്നു. 6 വർഷം മുമ്പത്തെ കാര്യമാണ്. DM ശിവാനി മേത്ത തന്റെ 2 വയസ്സുള്ള മകനോടൊപ്പം നഗരത്തിന് പുറത്തു നടന്ന വാർഷികമേളയിൽ പോയിരുന്നു. അന്നൊരു ഞായറാഴ്ചയായിരുന്നു. DM ശിവാനി മേത്ത തന്റെ ചെറിയ മകനോടൊപ്പം കുറച്ചു സമയം ചെലവഴിക്കാൻ ആഗ്രഹിച്ചിരുന്നു. കുട്ടി നടക്കാൻ പഠിച്ചു തുടങ്ങിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അവന്റെ കുഞ്ഞിക്കാലുകൾ ഇടറി, എങ്കിലും ദൃഢതയോടെ മുന്നോട്ട് നീങ്ങി. മേളയിൽ പലതരം വർണ്ണാഭമായ കടകൾ ഉണ്ടായിരുന്നു. കളിപ്പാട്ടങ്ങൾ, പലഹാരങ്ങൾ, വസ്ത്രങ്ങൾ, അങ്ങനെ പലതും. കുട്ടി എല്ലാം കണ്ട് സന്തോഷിച്ചു. അവന്റെ കുഞ്ഞുവിരൽ
അമ്മയുടെ വിരലിൽ കോർത്തിരുന്നു. DM ശിവാനി മേത്ത ഒരു കളിപ്പാട്ടക്കടയുടെ അടുത്തു നിന്നു. കുട്ടിക്ക് കുറച്ച് കളിപ്പാട്ടങ്ങൾ വാങ്ങാൻ അവൾ ആഗ്രഹിച്ചു. കടക്കാരൻ പലതരം കളിപ്പാട്ടങ്ങൾ കാണിക്കുന്നുണ്ടായിരുന്നു. വർണ്ണാഭമായ പന്തുകൾ, ചെറിയ കാറുകൾ, ടെഡ്ഡി ബെയർ, അങ്ങനെ പലതും. ശിവാനി മേത്ത തന്റെ മകനോട് ചോദിച്ചു, മോനെ, എന്താണ് വേണ്ടത്? ഈ പന്താണോ അതോ ഈ കാറോ? കുട്ടി സന്തോഷത്തോടെ കൈയടിച്ചു. അവന് എല്ലാ കളിപ്പാട്ടങ്ങളും വേണമായിരുന്നു. കളിപ്പാട്ടങ്ങൾ തിരഞ്ഞെടുക്കുന്നതിനിടയിൽ DM ശിവാനി മേത്തയുടെ ശ്രദ്ധ മാറി. 2 കൈകൊണ്ടും കളിപ്പാട്ടങ്ങൾ എടുത്തു നോക്കാൻ വേണ്ടി അവൾ മകന്റെ കൈവിട്ടു. കുട്ടി അവളുടെ കാൽക്കൽ തന്നെ നിന്നിരുന്നു. അവനും കളിപ്പാട്ടങ്ങൾ നോക്കുകയായിരുന്നു. പെട്ടെന്ന് അവന്റെ കണ്ണ് മേളയുടെ മറ്റേ അറ്റത്ത് നിന്ന ഒരു വർണ്ണാഭമായ ബലൂൺ വിൽപ്പനക്കാരനിൽ പതിഞ്ഞു. ബലൂണുകൾ കാറ്റിൽ ആടുകയായിരുന്നു. അവ തന്നെ വിളിക്കുന്നതായി കുട്ടിക്ക് തോന്നി. 2 വയസ്സുകാരനായ നിഷ്കളങ്കനായ കുട്ടി പതിയെ അമ്മയിൽ നിന്ന് അകന്നുപോയി. അവന്റെ കുഞ്ഞിക്കാലുകൾ ബലൂൺ വിൽപ്പനക്കാരന്റെ അടുത്തേക്ക് നീങ്ങി. DM ശിവാനി മേത്ത അപ്പോഴും കളിപ്പാട്ടങ്ങൾ നോക്കുകയായിരുന്നു. കുട്ടി തന്റെ അടുത്തു തന്നെയുണ്ടെന്ന് അവൾ കരുതി. മോനെ, ഈ കാർ എങ്ങനെയുണ്ട്? അവൾ തിരിഞ്ഞു നിന്ന് ചോദിച്ചു. പക്ഷേ കുട്ടി അവിടെ ഉണ്ടായിരുന്നില്ല. ആദ്യം അവൾ കരുതി കുട്ടി കടയുടെ ഏതെങ്കിലും മൂലയിൽ ഒളിച്ചിരിക്കുകയായിരിക്കുമെന്ന്. മോനെ, എവിടെയാണ്? അവൾ വിളിച്ചു ചോദിച്ചു. പക്ഷേ മറുപടിയൊന്നും കിട്ടിയില്ല. DM ശിവാനി മേത്തയുടെ ശ്വാസം വേഗത്തിലായി. മോനെ, അവൾ ഉറക്കി വിളിച്ചു. കടക്കാരനും പരിഭ്രാന്തനായി. മാഡം, കുട്ടി എവിടെ പോയി? അവർ കട മുഴുവൻ അരിച്ചു പെറുക്കി. കുട്ടിയെ ഒരിടത്തും കണ്ടില്ല. DM ശിവാനി മേത്തയുടെ ഹൃദയം വേഗത്തിൽ മിടിച്ചു. അവൾ കടയിൽ നിന്ന് പുറത്തു വന്നു. മോനെ, നീ എവിടെയാണ്? അവളുടെ ശബ്ദത്തിൽ ഭയമുണ്ടായിരുന്നു. മേളയിൽ ആയിരക്കണക്കിന് ആളുകൾ ഉണ്ടായിരുന്നു. എല്ലായിടത്തും തിരക്കായിരുന്നു, ബഹളമായിരുന്നു. DM ശിവാനി മേത്ത ഒരു കടയിൽ നിന്ന് മറ്റേ കടയിലേക്ക് ഓടി. നിങ്ങൾ ഒരു ചെറിയ കുട്ടിയെ കണ്ടോ? 2 വയസ്സുള്ള, നീല ഷർട്ടിൽ? അവൾ എല്ലാവരോടും ചോദിച്ചു. ചിലർ പറഞ്ഞു, ഇല്ല മാഡം. ചിലർ പറഞ്ഞു, ഇവിടെ ഒരുപാട് കുട്ടികളുണ്ട്. എപ്പോഴാണ് കാണാതായത്? പക്ഷേ കൃത്യമായ വിവരമൊന്നും ലഭിച്ചില്ല. മണിക്കൂറുകൾ കടന്നുപോയി. സൂര്യൻ അസ്തമിക്കാൻ തുടങ്ങി. മേള അടക്കാൻ സമയമായി. DM ശിവാനി മേത്ത കരയുകയായിരുന്നു. അവളുടെ ശബ്ദം അടഞ്ഞുപോയിരുന്നു. മോനെ, അമ്മ ഇവിടെയുണ്ട്, തിരിച്ചു വരൂ. അവൾ എല്ലാ തെരുവുകളും എല്ലാ കോണുകളും അരിച്ചു പെറുക്കി. മേളയിലെ അധികൃതരെ അറിയിച്ചു, പോലീസിനെ വിളിച്ചു. പക്ഷേ കുട്ടിയെ കാണാനില്ലായിരുന്നു. രാത്രിയായിട്ടും അവനെ കണ്ടെത്താനായില്ല. അങ്ങോട്ട് 2 വയസ്സുകാരനായ കുട്ടി ബലൂൺ വിൽപ്പനക്കാരന്റെ അടുത്തെത്തിയിരുന്നു. ബലൂൺ വിൽപ്പനക്കാരൻ ഒരു പ്രായമായ മനുഷ്യനായിരുന്നു. ഒരു ചെറിയ കുട്ടി തനിച്ചു നടക്കുന്നത് അയാൾ കണ്ടു. മോനെ, നിന്റെ അച്ഛനും അമ്മയും എവിടെയാണ്? കുട്ടിക്ക് സംസാരിക്കാൻ കഴിഞ്ഞിരുന്നില്ല. അവൻ കരയുക മാത്രമായിരുന്നു. ബലൂൺ വിൽപ്പനക്കാരൻ വിഷമിച്ചു. അയാൾ ചുറ്റും നോക്കി. കുട്ടിയെ തിരയുന്ന മാതാപിതാക്കളെ അവൻ കണ്ടില്ല. ആരെങ്കിലും ഇവനെ തിരയുന്നുണ്ടാകും, ബലൂൺ വിൽപ്പനക്കാരൻ കരുതി. അയാൾ കുട്ടിയെയും കൊണ്ട് മേളയിൽ ചുറ്റി നടന്നു. ആരുടെ കുട്ടിയാണ്? ഇത് ആരുടെ കുട്ടിയാണ്? അയാൾ വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു. പക്ഷേ ആരും വന്നില്ല. മേള അടക്കാൻ സമയമായി. കടക്കാർ അവരുടെ സാധനങ്ങൾ കെട്ടിയെടുക്കാൻ തുടങ്ങി. ഈ കുട്ടിയെ എന്തു ചെയ്യണമെന്ന് ബലൂൺ വിൽപ്പനക്കാരന് മനസ്സിലായില്ല. അടുത്ത് ഒരു ചെറിയ കളിപ്പാട്ടക്കട നടത്തുന്ന ഒരു പ്രായമായ സ്ത്രീ ഇത് കണ്ടു. അവളെ എല്ലാവരും അമ്മ എന്നാണ് വിളിച്ചിരുന്നത്. അവളുടെ യഥാർത്ഥ പേര് കമലാദേവി എന്നായിരുന്നു. എന്താണ് ഭായ് സാബ്? അമ്മ ബലൂൺ വിൽപ്പനക്കാരനോട് ചോദിച്ചു. ഈ കുട്ടിയെ കാണാതായിരിക്കുന്നു. അവന്റെ മാതാപിതാക്കളെ ഒരിടത്തും കാണുന്നില്ല, ബലൂൺ വിൽപ്പനക്കാരൻ പറഞ്ഞു. അമ്മ കുട്ടിയെ നോക്കി. അവൻ കരയുകയായിരുന്നു, വിശന്നിരുന്നു, പേടിച്ചിരുന്നു. അമ്മയുടെ ഹൃദയം നിറഞ്ഞു. അവൾക്ക് സ്വന്തമായി മക്കളില്ലായിരുന്നു. അവളുടെ ഭർത്താവ് വർഷങ്ങൾക്ക് മുൻപ് മരിച്ചുപോയിരുന്നു. അവൾ ഒറ്റക്കായിരുന്നു. മേളയിൽ ചെറിയൊരു കട നടത്തിയാണ് അവൾ ഉപജീവനം കഴിഞ്ഞിരുന്നത്. രാത്രിയായി. നാളെ വീണ്ടും തിരയാം. ഇന്ന് നമുക്കവനെ എന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകാം, അമ്മ പറഞ്ഞു.
ബലൂൺ വിൽപ്പനക്കാരനും അത് ശരിയാണെന്ന് തോന്നി. അമ്മ കുട്ടിയെ അവളുടെ ചെറിയ വീട്ടിലേക്ക് കൊണ്ടുപോയി. അവൾ അവന് ഭക്ഷണം കൊടുത്തു, പാൽ കൊടുത്തു, വൃത്തിയുള്ള വസ്ത്രങ്ങൾ ധരിപ്പിച്ചു. കുട്ടി കുറച്ചൊന്ന് ശാന്തനായി. അമ്മ അവനെ വൃത്തിയുള്ള വസ്ത്രങ്ങൾ ധരിപ്പിച്ചു, അവളുടെ കിടക്കയിൽ കിടത്തി ഉറക്കി. നാളെ അവന്റെ അച്ഛനമ്മമാരെ കിട്ടും എന്ന് അവൾ ചിന്തിച്ചു. DM ശിവാനി മേത്തയും തന്റെ മകനെ കണ്ടെത്താൻ സാധ്യമായ എല്ലാ ശ്രമങ്ങളും നടത്തുകയായിരുന്നു. പ്രൈവറ്റ് ഡിറ്റക്റ്റീവുകളെ വെച്ചു, പോലീസിന് നിർദ്ദേശങ്ങൾ നൽകി, സംസ്ഥാനം മുഴുവൻ തിരഞ്ഞു. പക്ഷേ നിർഭാഗ്യവശാൽ അവർക്ക് പരസ്പരം കണ്ടെത്താനായില്ല. വർഷങ്ങൾ കടന്നുപോയി. കുട്ടി വളർന്നു വലുതായി. 3 വയസ്സ്, 4 വയസ്സ്, 5 വയസ്സ്. അമ്മ അവനെ വളരെ സ്നേഹത്തോടെ വളർത്തി. അവനെ പഠിപ്പിക്കാൻ ശ്രമിച്ചു, നല്ല സംസ്കാരങ്ങൾ നൽകി. കുട്ടിക്കും അമ്മയോട് ഒരുപാട് ഇഷ്ടമായിരുന്നു. അമ്മ അവന്റെ യഥാർത്ഥ അമ്മയല്ലെന്ന് അവൻ അറിയാമായിരുന്നു. പക്ഷേ അവനെ സംബന്ധിച്ചിടത്തോളം അമ്മയായിരുന്നു അവനെല്ലാം. കുട്ടിക്ക് 7 വയസ്സായപ്പോൾ അമ്മയുടെ ആരോഗ്യം മോശമായി തുടങ്ങി. ആദ്യം ചെറിയ രോഗങ്ങളായിരുന്നു, പിന്നീട് ഗുരുതരമായി. ഡോക്ടർ പറഞ്ഞു, അവൾക്ക് പ്രമേഹവും ഉയർന്ന രക്തസമ്മർദ്ദവുമുണ്ട്. സ്ഥിരമായി മരുന്ന് കഴിക്കണം. അമ്മയുടെ ചെറിയ കടയിൽ നിന്നുള്ള വരുമാനം കുറഞ്ഞു. മരുന്നുകളുടെ ചിലവ് കൂടി. 8 വയസ്സായപ്പോഴേക്കും അമ്മയെ സഹായിക്കാൻ താൻ ജോലി ചെയ്യുമെന്ന് കുട്ടി തീരുമാനിച്ചു. അമ്മ, ഞാൻ ജോലി ചെയ്യാം, നിങ്ങളുടെ മരുന്നിനുള്ള പണം കൊണ്ടുവരാം, അവൻ പറഞ്ഞു. അമ്മ അത് വിലക്കി. മോനെ, നീ ചെറുപ്പമാണ്, പഠിക്കൂ. പക്ഷേ കുട്ടി വാശി പിടിച്ചു. ഒടുവിൽ അമ്മയ്ക്ക് സമ്മതിക്കേണ്ടി വന്നു. ഒരു ദിവസം കുട്ടി ചന്തയിൽ പോയി. അവിടെ ഒരു സമൂസക്കാരനെ കണ്ടു. ചേട്ടാ, എനിക്ക് ജോലി വേണം. സമൂസക്കാരൻ അവന്റെ വാക്കുകൾ ശ്രദ്ധിച്ചു. നീ എന്തിനാണ് ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നത്? കുട്ടി അവന്റെ കഥ മുഴുവൻ പറഞ്ഞു. സമൂസക്കാരന്റെ ഹൃദയം നിറഞ്ഞു. അയാൾ പറഞ്ഞു, മോനെ, എന്റെ അടുത്ത് ജോലിയൊന്നുമില്ല. പക്ഷേ നിനക്ക് വേണമെങ്കിൽ നീ എന്റെ അടുത്തു നിന്ന് 5 രൂപയ്ക്ക് സമൂസ വാങ്ങി അടുത്ത ബസ് സ്റ്റാൻഡിൽ പോയി 10 രൂപയ്ക്ക് വിറ്റോളൂ. കുട്ടി പറഞ്ഞു, പക്ഷെ ചേട്ടാ, എന്റെ അടുത്ത് പൈസയില്ല. സമൂസക്കാരൻ പറഞ്ഞു, ശരി മോനെ, നീ എന്റെ സമൂസ എടുത്തോ. വിറ്റു പോകുമ്പോൾ എനിക്ക് അതിന്റെ പകുതി പണം കൊണ്ടുവന്ന് തന്നാൽ മതി. എനിക്ക് 5 രൂപ കിട്ടുന്നതിന് നീ 10 രൂപയ്ക്ക് വിൽക്കൂ. പകുതി പകുതി ലാഭം. കുട്ടി സന്തോഷിച്ചു. അവൻ എല്ലാ ദിവസവും സമൂസ വിൽക്കാൻ പോകുമായിരുന്നു. ബസ് സ്റ്റാൻഡ്, മാർക്കറ്റ്, എവിടെയും പോയി സമൂസ വിൽക്കും. കിട്ടുന്ന പൈസ കൊണ്ട് അമ്മയ്ക്ക് മരുന്ന് വാങ്ങും. അമ്മയ്ക്ക് മകനെ കുറിച്ച് വലിയ അഭിമാനമായിരുന്നു. എത്ര വിവേകിയായ കുട്ടിയാണ് എന്റെ മകൻ. പക്ഷേ ഇന്ന് സംഭവിച്ചത് ആ കുട്ടിയുടെ ജീവിതത്തിലെ ഏറ്റവും മോശം ദിവസമായിരുന്നു. പോലീസുകാർ അവനെ ക്രൂരമായി ഉപദ്രവിച്ചു. സമൂസ കഴിച്ചിട്ട് പണം കൊടുത്തില്ല. ഇനി അവൻ എങ്ങനെ അമ്മയുടെ അടുത്ത് പോകും? ഇന്ന് മരുന്ന് വാങ്ങാൻ കഴിഞ്ഞില്ലെന്ന് എങ്ങനെ പറയും? കുട്ടി കിതച്ചുകൊണ്ട് അവന്റെ ചെറിയ വീട്ടിലെത്തി. അവന്റെ ശരീരം വേദന കൊണ്ട് പുളഞ്ഞു. വസ്ത്രങ്ങൾ കീറിയിരുന്നു. അമ്മ കിടക്കയിൽ കിടന്ന് അവനെ കാത്തിരിക്കുകയായിരുന്നു. കുട്ടിയെ കണ്ടതും അവൾ ഞെട്ടിപ്പോയി. മോനെ, ഇതെന്താണ് നിന്റെ കോലം? അമ്മ പരിഭ്രമത്തോടെ എഴുന്നേറ്റു. കുട്ടിയുടെ അവസ്ഥ കണ്ട് അവളുടെ കണ്ണുകൾ നിറഞ്ഞു. അമ്മ, ഇന്ന് കുറച്ച് മോശം ആളുകളുമായി ഇടപെടേണ്ടി വന്നു, കുട്ടി നേർത്ത ശബ്ദത്തിൽ പറഞ്ഞു. അവൻ അമ്മയോട് കള്ളം പറയാൻ കഴിയില്ലായിരുന്നു. അവൻ സംഭവം മുഴുവൻ വിവരിച്ചു. പോലീസുകാർ എങ്ങനെയാണ് അവന്റെ സമൂസ കഴിച്ചത് എന്നും പണം കൊടുക്കാത്തതെന്നും എന്നിട്ട് അവനെ എങ്ങനെ ക്രൂരമായി ഉപദ്രവിച്ചത് എന്നുമൊക്കെ അവൻ പറഞ്ഞു. അമ്മ കേട്ട് കരഞ്ഞു. പോലീസുകാർ കുട്ടിയെ ഉപദ്രവിക്കുന്ന സമയത്ത് ബസ് സ്റ്റാൻഡിന്റെ അടുത്ത് ഒരു പത്രപ്രവർത്തകൻ ദിവാകർ പാണ്ഡെ സംഭവം മുഴുവൻ റെക്കോർഡ് ചെയ്യുന്നുണ്ടായിരുന്നു. അയാൾ പ്രാദേശിക വാർത്താ ചാനലിന് വേണ്ടി ജോലി ചെയ്യുകയായിരുന്നു. ഇന്ന് അയാൾ മറ്റെന്തോ വാർത്തയ്ക്ക് വേണ്ടിയാണ് ബസ് സ്റ്റാൻഡിൽ വന്നത്. പക്ഷേ കണ്ട കാര്യങ്ങൾ അയാളെ ഞെട്ടിച്ചു. 5 പോലീസുകാർ എങ്ങനെയാണ് ഒരു 8 വയസ്സുള്ള നിഷ്കളങ്കനായ കുട്ടിയുടെ സമൂസ കഴിച്ചത്, പണം കൊടുക്കാത്തത്, എന്നിട്ട് അവനെ മർദ്ദിച്ചത് എന്ന് അയാൾ തന്റെ ക്യാമറയിൽ പകർത്തിയിരുന്നു. ദിവാകർ പാണ്ഡെയുടെ ഹൃദയം നിറഞ്ഞു. അവൻ കുട്ടിയെ പിന്തുടർന്നു. കുട്ടി എങ്ങനെ കരഞ്ഞുകൊണ്ട് അവന്റെ വീട്ടിലേക്ക് പോയി എന്ന് അവൻ കണ്ടു. ഈ സംഭവം പുറത്തു കൊണ്ടുവരണം, അയാൾ ചിന്തിച്ചു.
നമ്മുടെ പോലീസ് എങ്ങനെയുള്ളവരാണെന്ന് ആളുകൾ അറിയണം. അടുത്ത ദിവസം അയാൾ കുട്ടിയുടെ വീട്ടിൽ പോയി. അമ്മയുടെ കുടിൽ കണ്ടപ്പോൾ ദിവാകർ പാണ്ഡേക്ക് മനസ്സിലായി ഇത് എത്ര ദരിദ്രമായ കുടുംബമാണെന്ന്. അമ്മ കിടക്കയിൽ കിടക്കുകയായിരുന്നു. കുട്ടി അവളുടെ അടുത്തിരുന്നു. ഞാൻ ദിവാകർ പാണ്ഡെയാണ്, ഒരു പത്രപ്രവർത്തകനാണ്. അയാൾ സ്വയം പരിചയപ്പെടുത്തി. നിങ്ങളുടെ മകന് ഇന്നലെ സംഭവിച്ചതൊക്കെ ഞാൻ കണ്ടിരുന്നു. അമ്മയും കുട്ടിയും ഭയന്നു. സാറേ, ഞങ്ങൾ തെറ്റൊന്നും ചെയ്തിട്ടില്ല, കുട്ടി പറഞ്ഞു. ഇല്ല മോനെ, നിങ്ങൾ തെറ്റൊന്നും ചെയ്തിട്ടില്ല. തെറ്റ് ചെയ്തത് ആ പോലീസുകാരാണ്, ദിവാകർ പാണ്ഡെ പറഞ്ഞു. ഞാൻ നിങ്ങളെ സഹായിക്കാൻ ആഗ്രഹിക്കുന്നു. അയാൾ അമ്മയുമായി സംസാരിച്ചു. ഈ കുട്ടി അവളുടെ സ്വന്തമല്ലെന്നും 6 വർഷം മുൻപ് മേളയിൽ വെച്ച് കിട്ടിയതാണെന്നും അമ്മ പറഞ്ഞു. അന്നു മുതൽ അവൾ അവനെ വളർത്തുകയാണ്. ദിവാകർ പാണ്ഡേക്ക് കഥ വളരെ കൗതുകകരമായി തോന്നി. ഒരു വശത്ത് പോലീസിന്റെ ക്രൂരത, മറുവശത്ത് ഒരു പ്രായമായ സ്ത്രീയുടെ ത്യാഗം, അതിനിടയിൽ ഒരു നിഷ്കളങ്കനായ കുട്ടിയുടെ പോരാട്ടത്തിന്റെ കഥ. ഇതൊരു വലിയ വാർത്തയാണ്, അയാൾ ചിന്തിച്ചു. അയാൾ സംഭവത്തിന്റെ വിശദമായ റിപ്പോർട്ട് തയ്യാറാക്കി, വീഡിയോ എഡിറ്റ് ചെയ്തു, ആകർഷകമായ ഒരു തലക്കെട്ടെഴുതി. 8 വയസ്സുകാരൻ രോഗിയായ അമ്മയ്ക്ക് മരുന്നു വാങ്ങാൻ സമൂസ വിൽക്കുന്നു. പോലീസ് സമൂസ കഴിച്ച് പണം കൊടുക്കാതെ ക്രൂരമായി മർദ്ദിച്ചു. ഇതായിരുന്നു തലക്കെട്ട്. ദിവാകർ പാണ്ഡെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്തു. ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റഗ്രാം, യൂട്യൂബ് എല്ലായിടത്തും. കൗശൽ യാദവ് കുട്ടിയെ എങ്ങനെ ചവിട്ടിയെന്നും ബാക്കി പോലീസുകാർ എങ്ങനെയാണ് അവനെ മർദ്ദിച്ചത് എന്നും വീഡിയോയിൽ വ്യക്തമായി കാണാമായിരുന്നു. വീഡിയോ അപ്ലോഡ് ചെയ്ത ഉടൻ തന്നെ കോളിളക്കമുണ്ടായി. സോഷ്യൽ മീഡിയയിൽ തീ പടർന്നു. നിമിഷങ്ങൾക്കകം ആയിരക്കണക്കിന് ആളുകൾ വീഡിയോ കണ്ടു. ലൈക്കുകളുടെയും ഷെയറുകളുടെയും കമന്റുകളുടെയും പ്രളയമായിരുന്നു. ആളുകൾ ദേഷ്യത്തോടെ പ്രതികരിച്ചു. ഇതെന്തൊരു പോലീസാണ്, നാണക്കേട്! ഈ പോലീസുകാരെ ഉടൻ ജോലിയിൽ നിന്ന് പുറത്താക്കണം. ഈ കുട്ടി എത്ര ധൈര്യശാലിയാണ്! സർക്കാർ ഇതിൽ ഉടൻ നടപടിയെടുക്കണം. 1 മണിക്കൂറിനുള്ളിൽ വീഡിയോയ്ക്ക് ലക്ഷക്കണക്കിന് കാഴ്ചകൾ ലഭിച്ചു. 2 മണിക്കൂറിനുള്ളിൽ ഇത് ട്രെൻഡിംഗ് ആയി. മാധ്യമ ചാനലുകളുടെ ശ്രദ്ധ ഇതിൽ പതിഞ്ഞു. എല്ലാ വലിയ വാർത്താ ചാനലുകളും ഈ വാർത്ത കാണിക്കാൻ തുടങ്ങി. പോലീസിന്റെ ക്രൂരതയ്ക്ക് ഇരയായ 8 വയസ്സുകാരൻ സമൂസ കഴിച്ച് പണം കൊടുക്കാതെ കുട്ടിയെ മർദ്ദിച്ചു. നിഷ്കളങ്കനായ കുട്ടിയോട് മനുഷ്യത്വരഹിതം. എല്ലാ ചാനലുകളിലും ഇതേ ചർച്ചയായിരുന്നു. പ്രാദേശിക തലത്തിലും പ്രതിഷേധമുയർന്നു. ആളുകൾ തെരുവിലിറങ്ങി. ഞങ്ങൾക്ക് നീതി വേണം, പോലീസിന്റെ ക്രൂരത അവസാനിപ്പിക്കുക, മുദ്രാവാക്യങ്ങൾ മുഴങ്ങി. വിദ്യാർത്ഥി സംഘടനകൾ പ്രതിഷേധിച്ചു. വനിതാ സംഘടനകൾ പ്രകടനം നടത്തി. എല്ലാവരുടെയും ആവശ്യം ഒന്നു തന്നെയായിരുന്നു, ഈ പോലീസുകാർക്ക് കഠിനമായ ശിക്ഷ വേണം. ആ 5 പോലീസുകാരുടെയും അവസ്ഥ മോശമായി. കൗശൽ യാദവ്, അർജുൻ രാഘവ്, വിക്രം ത്യാഗി, രൺവീർ, കരൺവീർ താക്കൂർ എന്നിവർക്ക് തങ്ങൾ വലിയ കുഴപ്പത്തിൽപ്പെട്ടിരിക്കുന്നു എന്ന് മനസ്സിലായി. അവരുടെ വീട്ടുകാർക്കും നാണക്കേട് സഹിക്കേണ്ടി വന്നു. അയൽക്കാർ അവരെ മോശമായി നോക്കി. മാധ്യമങ്ങൾ ഈ പോലീസുകാരുടെ മുഴുവൻ വിവരങ്ങളും പുറത്തു കൊണ്ടുവന്നു. കൗശൽ യാദവിന്റെ ആദ്യത്തെ തെറ്റല്ല ഇത്. മുമ്പും പലതവണ പരാതികളും വന്നിട്ടുണ്ട്. അഴിമതി ആരോപണങ്ങളും ഉണ്ടായിരുന്നു. ഈ പോലീസുകാർ മുമ്പും പാവപ്പെട്ടവരെ ഉപദ്രവിക്കാറുണ്ടായിരുന്നു എന്ന് മാധ്യമങ്ങൾ പറഞ്ഞു. കടക്കാരിൽ നിന്ന് നിർബന്ധിച്ച് ഭക്ഷണം കഴിക്കും, പക്ഷേ പണം കൊടുക്കില്ല. വീഡിയോ ഇപ്പോൾ ദേശീയ തലത്തിൽ വൈറലായി. മറ്റു സംസ്ഥാനങ്ങളിലെ ആളുകളും ഇത് കണ്ടു. അന്താരാഷ്ട്ര മാധ്യമങ്ങളും ഇതിനെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്തു. ഇന്ത്യൻ പോലീസ് 8 വയസ്സുള്ള കുട്ടിയോട് ക്രൂരത കാണിച്ചു എന്നുള്ള തലക്കെട്ടുകൾ വിദേശ പത്രങ്ങളിൽ അച്ചടിച്ചു വന്നു. ഇന്ത്യയുടെ പ്രതിച്ഛായ മോശമാവുകയായിരുന്നു. DM ശിവാനി മേത്ത വിദേശത്ത് ഒരു അന്താരാഷ്ട്ര സമ്മേളനത്തിൽ പങ്കെടുക്കുകയായിരുന്നു. രാത്രി സമയത്ത് അവരുടെ സ്റ്റാഫ് ഈ വീഡിയോ കാണിച്ചു കൊടുത്തു. വീഡിയോ കണ്ടപ്പോൾ അവളുടെ രക്തം തിളച്ചു. ഇതെന്തൊരു ക്രൂരതയാണ്! ഒരു 8 വയസ്സുകാരനോട് ഇങ്ങനൊരു പെരുമാറ്റം. പക്ഷേ DM മാഡം വീഡിയോയുടെ ബാക്കി ഭാഗം കണ്ടപ്പോൾ അവളുടെ കാൽക്കീഴിലെ മണ്ണ് ഒലിച്ചുപോയി. ഇത് എന്റെ മകനല്ല, ഇവനെ എനിക്ക് മേളയിൽ വെച്ച് കിട്ടിയതാണ് എന്ന് അമ്മ വീഡിയോയിൽ പറയുന്നുണ്ടായിരുന്നു. DM മാഡം ഇത് കേട്ടപ്പോൾ ദേഷ്യത്തോടെ അലറി.
അവൾ ഉടൻ തന്നെ തന്റെ ടീമിനെ വിളിച്ചു. ആ കുട്ടിയുടെയും അവന്റെ അമ്മയുടെയും അടുത്ത് ഉടൻ എത്തണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അവൾക്ക് വേണ്ട എല്ലാ സഹായവും ചെയ്യണം. കാരണം 6 വർഷം മുൻപ് നഷ്ടപ്പെട്ട തന്റെ മകനായിരിക്കാം ഇതെന്നും DM മനസ്സിലാക്കി. അടുത്ത ദിവസം രാവിലെ DM ശിവാനി മേത്തയുടെ ടീം ഉടൻ തന്നെ കുട്ടിയുടെ വീട്ടിലെത്തി. ടീം ലീഡറായ രാജേഷ് ശർമ്മ അമ്മയുടെ കുടിൽ കണ്ടപ്പോൾ അമ്പരന്നുപോയി. ഇത്രയും ദാരിദ്ര്യത്തിനിടയിൽ ഒരു പ്രായമായ സ്ത്രീയും ഒരു ചെറിയ കുട്ടിയും എങ്ങനെയാണ് ജീവിക്കുന്നത്? അമ്മ കിടക്കയിൽ കിടക്കുകയായിരുന്നു. കുട്ടി അവളുടെ അടുത്തിരുന്നു. ഇന്നലത്തെ അടി കാരണം അവന്റെ ശരീരത്തിന് ഇപ്പോഴും വേദനയുണ്ടായിരുന്നു. ഞാൻ രാജേഷ് ശർമ്മയാണ്. DM മാഡത്തിന്റെ ടീമിൽ നിന്നാണ്. രാജേഷ് സ്വയം പരിചയപ്പെടുത്തി. നിങ്ങളുടെ സംഭവം ഞങ്ങൾ അറിഞ്ഞു. DM മാഡം നിങ്ങളെ സഹായിക്കാൻ അയച്ചതാണ്. അമ്മയും കുട്ടിയും ഭയന്നു. സാറേ, ഞങ്ങൾ തെറ്റൊന്നും ചെയ്തിട്ടില്ല, കുട്ടി ഭയത്തോടെ പറഞ്ഞു. ഇല്ല മോനെ, നിങ്ങൾ തെറ്റൊന്നും ചെയ്തിട്ടില്ല. തെറ്റ് ചെയ്തത് ആ പോലീസുകാരാണ്. രാജേഷ് കുട്ടിയെ സമാധാനിപ്പിച്ചു. DM മാഡം വളരെ ദേഷ്യത്തിലാണ്. അവർ നിങ്ങളെ സഹായിക്കാൻ ഉത്തരവ് നൽകിയിട്ടുണ്ട്. രാജേഷ് അമ്മയുടെ അവസ്ഥ കണ്ടു. ഉടൻ തന്നെ അയാൾ DM മാഡത്തെ അറിയിച്ചു. അമ്മയുടെ വയ്യായിക വളരെ ഗുരുതരമാണെന്ന്. DM ഉടൻ തന്നെ ഉത്തരവിട്ടു. അമ്മയെ ഉടൻ നഗരത്തിലെ ഏറ്റവും വലിയ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുക. അവൾ പറഞ്ഞു. ആന്റി, നിങ്ങളെ ഉടൻ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകണമെന്ന് DM മാഡത്തിന്റെ ഉത്തരവുണ്ട്, രാജേഷ് അമ്മയോട് പറഞ്ഞു. അമ്മ കൈകൂപ്പി. സാറേ, ഞങ്ങളുടെ അടുത്ത് പണമില്ല. ആശുപത്രിയിലെ ചിലവ് എങ്ങനെ താങ്ങും? രാജേഷ് പറഞ്ഞു. നിങ്ങൾ പണത്തെക്കുറിച്ച് വിഷമിക്കേണ്ട. DM മാഡം എല്ലാം ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. അവർ ആംബുലൻസ് വിളിച്ചു. അമ്മയെ നഗരത്തിലെ ഏറ്റവും വലിയ സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. ആശുപത്രിയിൽ അമ്മയെ പൂർണ്ണമായി പരിശോധിച്ചു. ഡോക്ടർമാർ പറഞ്ഞു, അവളുടെ നില ഗുരുതരമാണ്. പ്രമേഹത്തിനും ഉയർന്ന രക്തസമ്മർദ്ദത്തിനും പുറമെ വൃക്കകൾക്കും പ്രശ്നമുണ്ട്. ഉടൻ ചികിത്സ ആരംഭിക്കണം, ഡോക്ടർ പറഞ്ഞു. രാജേഷ് എല്ലാ പേപ്പർ വർക്കുകളും ചെയ്തു. അമ്മയ്ക്ക് പ്രൈവറ്റ് റൂം നൽകി. മികച്ച ചികിത്സയ്ക്കുള്ള സൗകര്യങ്ങൾ ഒരുക്കി. DM മാഡത്തിന്റെ ഫോൺ വന്നു. അവൾ പറഞ്ഞു, ആ പോലീസുകാർക്കെതിരെ ഉടൻ നടപടിയെടുക്കണം. അവളുടെ ടീം അത് ശരിവെച്ചു. ഉടൻ തന്നെ ആ 5 പോലീസുകാർക്കെതിരെ നടപടി ആരംഭിച്ചു. കൗശൽ യാദവ്, അർജുൻ രാഘവ്, വിക്രം ത്യാഗി, രൺവീർ, കരൺവീർ താക്കൂർ എന്നിവരെ ഉടൻ സസ്പെൻഡ് ചെയ്തു. അവർക്കെതിരെ IPC 323 സ്വമേധയാ മുറിവേൽപ്പിക്കൽ, 506 ക്രിമിനൽ ഭീഷണിപ്പെടുത്തൽ, 34 പൊതു ഉദ്ദേശം പ്രോത്സാഹിപ്പിക്കൽ എന്നീ വകുപ്പുകൾ പ്രകാരം കേസെടുത്തു. രാജേഷ് ശർമ്മ ദിവസവും ആശുപത്രിയിൽ വന്ന് അമ്മയുടെ കാര്യങ്ങൾ തിരക്കി. DM മാഡം പറയുന്നു, നിങ്ങൾക്ക് ഒരു കുറവും ഉണ്ടാകരുത് എന്ന് അവൻ പറഞ്ഞു. അവൻ അമ്മയോട് കുട്ടിയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ തിരക്കി. ഈ കുട്ടിയെ നിങ്ങൾക്ക് എവിടെ നിന്നാണ് കിട്ടിയത്? എങ്ങനെയാണ് കിട്ടിയത്? അമ്മ കഥ മുഴുവൻ പറഞ്ഞു. 6 വർഷം മുൻപ് മേളയിൽ വെച്ച് ഈ കുട്ടിയെ കാണാതായ നിലയിൽ എങ്ങനെ കിട്ടിയെന്നും അവന്റെ മാതാപിതാക്കളെ കണ്ടെത്താൻ അവൾ എങ്ങനെ ശ്രമിച്ചെന്നും പറഞ്ഞു. എങ്ങനെ അവൾ അവനെ സ്വന്തം മകനായി വളർത്തിയതെന്നും അവൾ കൂട്ടിച്ചേർത്തു. രാജേഷിന് കഥ വളരെ കൗതുകകരമായി തോന്നി. ഉടൻ തന്നെ അയാൾ DM ശിവാനി മേത്തയെ ഫോൺ വിളിച്ച് കാര്യങ്ങൾ മുഴുവൻ പറഞ്ഞു. മാഡം, ഈ കുട്ടി ഈ സ്ത്രീയുടെ സ്വന്തമല്ല. 6 വർഷം മുൻപ് മേളയിൽ വെച്ച് കാണാതായ നിലയിൽ കിട്ടിയതാണ്. DM ശിവാനി മേത്തയുടെ ഹൃദയം വേഗത്തിൽ ഇടിച്ചു. 6 വർഷം മുൻപ് ഏത് മേള? മാഡം, നഗരത്തിന് പുറത്തുള്ള വാർഷിക മേള എല്ലാ വർഷവും നടക്കുന്നത്, രാജേഷ് പറഞ്ഞു. DM ശിവാനി മേത്തയുടെ ശ്വാസം മുട്ടി. 6 വർഷം മുൻപ് അവളും അതേ മേളയിൽ പോയിരുന്നു. അതേ മേളയിൽ വെച്ചാണ് അവളുടെ മകനെ കാണാതായത്. DM മാഡം പറഞ്ഞു. രാജേഷ്, നീ ഉടൻ ആ കുട്ടിയുടെ ഒരു ഫോട്ടോ എടുക്കണം. എന്നിട്ട് അവന്റെ ശരീരത്തിൽ എന്തെങ്കിലും പ്രത്യേക അടയാളമുണ്ടോ എന്ന് അന്വേഷിക്കണം. രാജേഷ് ഉടൻ തന്നെ കുട്ടിയുടെ ഫോട്ടോ DM ശിവാനി മേത്തയ്ക്ക് അയച്ചു. ഫോട്ടോ കണ്ടതും ശിവാനി മേത്ത ഞെട്ടിപ്പോയി. 6 വർഷമായി അവൾ തിരഞ്ഞ അതേ മുഖമായിരുന്നു അത്. അതേ കണ്ണുകൾ, അതേ മൂക്ക്, അതേ ചുണ്ടുകൾ. പക്ഷെ അവൾക്ക് ഇപ്പോഴും പൂർണ്ണമായി ഉറപ്പില്ലായിരുന്നു. രാജേഷ്, അവന്റെ ശരീരത്തിൽ എന്തെങ്കിലും അടയാളമുണ്ടോ? അവൾ വിറക്കുന്ന ശബ്ദത്തിൽ ചോദിച്ചു. രാജേഷ് അമ്മയോട് ചോദിച്ചു. ആന്റി,
ഈ കുട്ടിയുടെ ശരീരത്തിൽ എന്തെങ്കിലും ജന്മനായുള്ള അടയാളമുണ്ടോ? അമ്മ പറഞ്ഞു. ഉവ്വ് മോനെ, അവന്റെ വലത് കൈപ്പത്തിയിൽ ഒരു ചെറിയ കറുത്ത പാടുണ്ട്. നെറ്റിയിൽ ഒരു ചെറിയ മറുകുമുണ്ട്. രാജേഷ് ഉടൻ തന്നെ ഈ വിവരം ഫോണിലൂടെ DM ശിവാനി മേത്തയെ അറിയിച്ചു. DM ശിവാനി മേത്ത അലറി. ഇതെന്റെ മകനാണ്, ഇതെന്റെ കുട്ടിയാണ്. അവൾ കരയാൻ തുടങ്ങി. 6 വർഷത്തെ വേദന, 6 വർഷത്തെ കാത്തിരിപ്പ്, 6 വർഷത്തെ അന്വേഷണം ഇന്ന് അവസാനിച്ചു. അവളുടെ മകനെ കിട്ടിയിരുന്നു. പക്ഷെ എന്തവസ്ഥയിലാണ് കിട്ടിയത്? ഒരു പാവപ്പെട്ട കുടിലിൽ സമൂസ വിൽക്കുമ്പോൾ പോലീസുകാരുടെ അടികൊണ്ട്. രാജേഷ്, ഞാൻ ഉടൻ വരുന്നു. ആരോടും ഒന്നും പറയരുത്. കുട്ടിയോടും ആ സ്ത്രീയോടും പറയരുത്. ഞാൻ തന്നെ വന്ന് എല്ലാം കൈകാര്യം ചെയ്യാം, ശിവാനി മേത്ത പറഞ്ഞു. അവൾ ഉടൻ തന്നെ എയർപോർട്ടിലേക്ക് പുറപ്പെട്ടു. പ്രൈവറ്റ് ജെറ്റിനുള്ള ഏർപ്പാടുകൾ ചെയ്തു. ഫ്ലൈറ്റിൽ ശിവാനി മേത്ത തന്റെ മകനെ കുറിച്ച് മാത്രമാണ് ചിന്തിച്ചത്. എന്റെ കുട്ടി ഇത്രയും കഷ്ടപ്പെട്ടു, എനിക്കറിയില്ലായിരുന്നു. അവളുടെ കണ്ണുകൾ നിറഞ്ഞു. കൂടാതെ അവൾ ആ പ്രായമായ സ്ത്രീയെക്കുറിച്ചും ചിന്തിക്കുകയായിരുന്നു. യാതൊരു സ്വാർത്ഥതയുമില്ലാതെ അവളുടെ മകനെ വളർത്തിയ ആ സ്ത്രീ. അവൾ എന്റെ മകനെ സ്വന്തം മകനെ പോലെ വളർത്തി. ഞാൻ എങ്ങനെ അവളോട് നന്ദി പറയും? കോടതിയിൽ ആ 5 പോലീസുകാർക്കെതിരായ വാദം ആരംഭിച്ചു. മജിസ്ട്രേറ്റ് വീഡിയോ തെളിവ് കണ്ടു. സാക്ഷികളുടെ മൊഴികൾ കേട്ടു. ദിവാകർ പാണ്ഡെയും മൊഴി നൽകി. ഈ 5 പോലീസുകാരും ചേർന്ന് ഒരു 8 വയസ്സുകാരനെ ക്രൂരമായി മർദ്ദിക്കുന്നത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാണ്. പ്രതിഭാഗം വക്കീൽ പറഞ്ഞു. മൈലോഡ്, എന്റെ കക്ഷികൾ പോലീസുകാരാണ്. എന്തെങ്കിലും തെറ്റിദ്ധാരണ സംഭവിച്ചതാകാം. പക്ഷേ മജിസ്ട്രേറ്റ് പറഞ്ഞു, വീഡിയോ വ്യക്തമാണ്. ഇതിൽ തെറ്റിദ്ധാരണയൊന്നുമില്ല. ഇത് പോലീസിന്റെ ക്രൂരതയാണ്. പ്രോസിക്യൂഷൻ വക്കീൽ പറഞ്ഞു. മൈലോഡ്, ഇതൊരു സംഭവം മാത്രമല്ല, ഇത് നമ്മുടെ സിസ്റ്റത്തിന്റെ പരാജയമാണ്. നിയമവും വ്യവസ്ഥയും നിലനിർത്താൻ നിയോഗിക്കപ്പെട്ടവർ തന്നെയാണ് നിയമം ലംഘിക്കുന്നത്. സ്വന്തം അധ്വാനത്തിന്റെ പണം ചോദിച്ചതിന്റെ പേരിൽ ഒരു 8 വയസ്സുകാരനായ നിഷ്കളങ്കനായ കുട്ടിയോട് ഇത്രയും ക്രൂരത. കോർട്ട് റൂമിൽ വലിയ തിരക്കായിരുന്നു. മാധ്യമങ്ങൾ, നാട്ടുകാർ, ആക്ടിവിസ്റ്റുകൾ എല്ലാവരും വന്നിരുന്നു. എല്ലാവരും നീതിക്ക് വേണ്ടി മുറവിളി കൂട്ടി. കോടതിക്ക് പുറത്തും ആളുകളുടെ തിരക്കായിരുന്നു. ഈ പോലീസുകാർക്ക് കഠിനമായ ശിക്ഷ നൽകണം. നീതി വൈകിയാലും വരണം, മജിസ്ട്രേറ്റ് പറഞ്ഞു. ഇതൊരു ഗുരുതരമായ വിഷയമാണ്. മറ്റൊരു ഭാഗത്ത് DM ശിവാനി മേത്തയുടെ ജെറ്റ് നിലത്തിറങ്ങി. അവൾ നേരെ ആശുപത്രിയിലേക്ക് പോയി. രാജേഷ് ശർമ്മ അവളെ കാത്തിരിക്കുകയായിരുന്നു. മാഡം, കുട്ടിയും ആ സ്ത്രീയും പ്രൈവറ്റ് റൂമിലുണ്ട്. ശിവാനി മേത്തയുടെ കൈകൾ വിറച്ചു. 6 വർഷത്തിനു ശേഷം അവൾ തന്റെ മകനെ കാണാൻ പോവുകയായിരുന്നു. മുറിയുടെ വാതിലിന്റെ അടുത്തെത്തി DM ശിവാനി മേത്ത നിന്നു. അകത്തുനിന്ന് കുട്ടിയുടെ ശബ്ദം കേൾക്കുന്നുണ്ടായിരുന്നു. അമ്മ, ഇനി നിങ്ങൾക്ക് മരുന്നിനെ കുറിച്ച് വിഷമിക്കേണ്ടി വരില്ല. ഡോക്ടർ പറഞ്ഞു നിങ്ങളുടെ അസുഖം വേഗം സുഖം പ്രാപിക്കുമെന്ന്. ശിവാനി മേത്തയുടെ കണ്ണുകൾ നിറഞ്ഞു. അവളുടെ മകൻ എത്ര നല്ല സ്വഭാവമുള്ളവനായി വളർന്നിരിക്കുന്നു. അവൾ പതിയെ വാതിൽ തുറന്ന് അകത്തേക്ക് ചെന്നു. കുട്ടി അവളെ കണ്ടു. ആന്റി, നിങ്ങൾ ആരാണ്? അവൻ ചോദിച്ചു. DM ശിവാനി മേത്ത ആ കുട്ടിയെ കണ്ട് കരഞ്ഞുപോയി. 6 വർഷമായി അവൾ തിരഞ്ഞുകൊണ്ടിരിക്കുന്ന അതേ കുട്ടിയായിരുന്നു അത്. മോനെ. ശിവാനി മേത്തയ്ക്ക് ഒന്നും പറയാൻ കഴിഞ്ഞില്ല. അമ്മ ചോദിച്ചു, നിങ്ങൾ ആരാണ് മോളെ? ശിവാനി മേത്ത അമ്മയുടെ കാൽ തൊട്ടു. ഞാൻ DM ശിവാനി മേത്തയാണ്. അവൾ കുട്ടിയെ നോക്കി നിന്നുപോയി. ഇവൻ എന്റെ മകനാണ്. അമ്മയും കുട്ടിയും ഞെട്ടിപ്പോയി. എന്താ ഉദ്ദേശിക്കുന്നത്? അമ്മ ചോദിച്ചു. DM ശിവാനി മേത്ത കഥ മുഴുവൻ പറഞ്ഞു. 6 വർഷം മുൻപ് മേളയിൽ വെച്ച് അവളുടെ മകൻ എങ്ങനെ കാണാതായെന്ന്, അവൾ എങ്ങനെ അവനെ തിരഞ്ഞുകൊണ്ടിരുന്നു എന്ന്. നിങ്ങൾ എന്റെ മകനെ സ്വന്തം മകനെ പോലെ വളർത്തി. ഞാൻ എങ്ങനെ നിങ്ങളോട് നന്ദി പറയും? കുട്ടിക്ക് ഇപ്പോഴും കാര്യങ്ങൾ മനസ്സിലായിരുന്നില്ല. ആന്റി, പക്ഷേ എന്റെ അമ്മ ഇതാണ്. അവൻ അമ്മയെ ചൂണ്ടി പറഞ്ഞു. ശിവാനി മേത്ത കുട്ടിയെ കെട്ടിപ്പിടിച്ചു. മോനെ, ഞാൻ നിന്റെ യഥാർത്ഥ അമ്മയാണ്. പക്ഷെ ഈ അമ്മ നിന്നെ വളർത്തിയ നിന്റെ രണ്ടാമത്തെ അമ്മയാണ്. അമ്മ കരയുകയായിരുന്നു. മോളെ, ഈ കുട്ടി എന്റെ ജീവിതമാണ്. പക്ഷെ ഇപ്പോൾ അവന്റെ യഥാർത്ഥ അമ്മയെ കിട്ടിയ സ്ഥിതിക്ക്. DM ശിവാനി മേത്ത അവളെ തടഞ്ഞു. അമ്മേ,
നിങ്ങളും എന്റെ അമ്മയാണ്. നിങ്ങൾ എന്റെ മകനെ വളർത്തി. ഇനി നമ്മൾ എല്ലാവരും ഒരുമിച്ച് താമസിക്കും. പക്ഷേ മോളെ പക്ഷേ മോളെ ഞാനൊരു പാവപ്പെട്ട സ്ത്രീയാണ്, അമ്മ പറഞ്ഞു. DM ശിവാനി മേത്ത പറഞ്ഞു, അമ്മേ, നിങ്ങൾ പാവപ്പെട്ടവരല്ല, നിങ്ങൾ വളരെ ധനികയാണ്. നിങ്ങൾക്ക് ദയയുണ്ട്, സ്നേഹമുണ്ട്, ത്യാഗമുണ്ട്. ഇതൊന്നും പണം കൊടുത്ത് വാങ്ങാൻ കിട്ടുന്നവയല്ല. ഇതിനിടയിൽ കോടതി വിധി വന്നു. മജിസ്ട്രേറ്റ് ആ 5 പോലീസുകാർക്ക് കഠിനമായ ശിക്ഷ നൽകി. കൗശൽ യാദവിനെ മുഖ്യപ്രതിയായി കണക്കാക്കി 5 വർഷം തടവിന് ശിക്ഷിച്ചു. ബാക്കി 4 പേർക്ക് 3 വർഷം വീതം തടവ് ശിക്ഷ ലഭിച്ചു. കൂടാതെ കുട്ടിയുടെയും അമ്മയുടെയും ചികിത്സാ ചിലവ് മുഴുവൻ അവർ വഹിക്കാനും ഉത്തരവിട്ടു. ന്യായാധിപൻ തന്റെ വിധിന്യായത്തിൽ പറഞ്ഞു, ഇത് ഒരു കുട്ടിയോടുള്ള അനീതി മാത്രമല്ല, ഇത് നമ്മുടെ മുഴുവൻ സിസ്റ്റത്തിനു മുകളിലുള്ള ചോദ്യമാണ്. നിയമം സംരക്ഷിക്കാൻ നിയോഗിക്കപ്പെട്ടവർ തന്നെയാണ് നിയമം ലംഘിക്കുന്നത്. ഇത്തരത്തിലുള്ള ക്രൂരത സഹിക്കാൻ കഴിയില്ല. എന്നാൽ ഇവിടെ ആശുപത്രിയിൽ സന്തോഷത്തിന്റെ അന്തരീക്ഷമായിരുന്നു. DM ശിവാനി മേത്തയ്ക്ക് അവളുടെ മകനെ കിട്ടിയിരുന്നു. അമ്മയുടെ ചികിത്സയും ഭംഗിയായി നടക്കുന്നുണ്ടായിരുന്നു. കുട്ടിക്ക് ഇപ്പോഴും എന്ത് നടക്കുന്നതെന്ന് പൂർണ്ണമായി മനസ്സിലായിരുന്നില്ല. അവൻ ചോദിച്ചു, അപ്പോൾ ഇനി നിങ്ങൾ DM ആന്റിയാണോ? അവൻ നിഷ്കളങ്കതയോടെ ചോദിച്ചു. ശിവാനി മേത്ത ചിരിച്ചു. ഇല്ല മോനെ, ഞാൻ നിന്റെ മമ്മിയാണ്. നീ എന്റെ രാജകുമാരനാണ്, കുട്ടി പറഞ്ഞു. പക്ഷേ ഞാൻ അമ്മയെ ഉപേക്ഷിച്ച് പോകില്ല. അവൾ എന്റെ രണ്ടാമത്തെ മമ്മിയാണ്. ശിവാനി മേത്തയുടെ ഹൃദയം നിറഞ്ഞു. മോനെ, നമുക്ക് അമ്മയെ എങ്ങനെ ഉപേക്ഷിക്കാൻ കഴിയും? ഇനി നമ്മൾ എല്ലാവരും ഒരുമിച്ച് താമസിക്കും. അമ്മ പൂർണ്ണമായി സുഖം പ്രാപിച്ചു. ഇനി വീട്ടിലേക്ക് പോകാൻ അനുവാദമുണ്ടെന്ന് ഡോക്ടർമാർ പറഞ്ഞു. ശിവാനി മേത്ത അമ്മയോട് പറഞ്ഞു, അമ്മേ, ഇനി നിങ്ങൾ എന്റെ വീട്ടിലേക്ക് വരൂ. നിങ്ങൾ എന്റെ അമ്മയാണ്. അമ്മ കൈകൂപ്പി. മോളെ, ഞാനൊരു പാവപ്പെട്ട സ്ത്രീയാണ്. നിന്റെ വീട്ടിൽ എങ്ങനെ താമസിക്കും? അമ്മേ, നിങ്ങൾ എന്റെ മകനെ 6 വർഷം വളർത്തി. ഇനി എനിക്ക് നിങ്ങളെ പരിചരിക്കണം. DM ശിവാനി മേത്ത പറഞ്ഞു. നിങ്ങൾ എന്റെ അമ്മയാണ്. എന്റെ മകന്റെ അമ്മൂമ്മയാണ്. DM ശിവാനി മേത്തയുടെ വാക്കുകൾ കേട്ട് അമ്മയുടെ കണ്ണുകൾ സന്തോഷത്താൽ നിറഞ്ഞു. അവർ കൈകൾ കൂപ്പി. മോളെ, നിന്റെ സ്നേഹത്തിന് നന്ദി. എന്റെ ജീവിതത്തിൽ ഇത്രയും സന്തോഷം ഞാൻ ഇന്നുവരെ അനുഭവിച്ചിട്ടില്ല. ഈ കുട്ടിയാണ് എന്റെ ലോകം. പക്ഷേ നിങ്ങളൊരു വലിയ ഉദ്യോഗസ്ഥയാണ്. ഞാൻ ഒരു സാധാരണക്കാരിയും. നിങ്ങളുടെ ജീവിത നിലവാരത്തിനനുസരിച്ച്. ശിവാനി മേത്ത ഉടൻ തന്നെ അമ്മയുടെ കൈകളിൽ പിടിച്ചു. അമ്മേ, അവൾ ഊഷ്മളതയോടെ പറഞ്ഞു, നിങ്ങൾ എന്റെ മകന് ജീവിതം നൽകി. എനിക്കെന്റെ മകനെ തിരികെ നൽകി. അതുകൊണ്ട് എനിക്ക് നിങ്ങൾ ദൈവത്തെ പോലെയാണ്. എന്റെ വീട്ടിൽ നിങ്ങൾക്കൊരു അമ്മയുടെ സ്ഥാനമാണുള്ളത്, ഒരു അതിഥിയുടേതല്ല. അവളുടെ കണ്ണുകൾ നിറഞ്ഞു. ഞാൻ ഇപ്പോഴും നിങ്ങളുടെ കയ്യിൽ നിന്ന് എന്റെ മകനെ ദത്തെടുക്കുകയാണ്. നിയമപരമായി മാത്രമല്ല, ഹൃദയം കൊണ്ടു. അമ്മയ്ക്ക് കൂടുതലൊന്നും പറയാനുണ്ടായിരുന്നില്ല. കണ്ണീരോടെ അവർ ശിവാനി മേത്തയെ കെട്ടിപ്പിടിച്ചു. കുട്ടിക്ക് അപ്പോഴും സംശയങ്ങൾ ഉണ്ടായിരുന്നു. അവൻ ആദ്യം അമ്മയെയും പിന്നെ ശിവാനി മേത്തയെയും നോക്കി. അപ്പോൾ ഇനി മുതൽ എന്റെ മമ്മി ഇവിടെയും മറ്റേ മമ്മി അവിടെയുമല്ലേ ഉണ്ടാവുക? അവൻ ചോദിച്ചു. ശിവാനി മേത്ത ചിരിച്ചുകൊണ്ട് അവനെ എടുത്ത് തോളിലിട്ടു. ഇല്ല മോനെ, ഇതാണ് നിങ്ങളുടെ പുതിയ വീട്. ഇവിടെ നിനക്ക് 2 അമ്മമാരുണ്ടാകും, ഒപ്പം എന്റെ അച്ഛനും അമ്മയും. എല്ലാറ്റിനും ഉപരിയായി ഇനി നീ സമൂസ വിൽക്കേണ്ട ആവശ്യം വരില്ല. അമ്മയുടെ കണ്ണുകൾ നിറഞ്ഞു. നീ ഒരു DM ആയിരിക്കാം മോളെ, പക്ഷേ അതിലുപരി നിനക്കൊരു വലിയ മനസ്സുണ്ട്. DM ശിവാനി മേത്ത തന്റെ വാക്ക് പാലിച്ചു. അവർ അമ്മയെ സ്വന്തം വീട്ടിലേക്ക് കൊണ്ടുപോയി. അവിടെ അമ്മയ്ക്ക് ആവശ്യമായ എല്ലാ ശ്രദ്ധയും വൈദ്യസഹായവും ലഭിച്ചു. അമ്മയും കുട്ടിയും സന്തോഷത്തോടെ ഒരുമിച്ച് ജീവിച്ചു. 1 വർഷത്തിനു ശേഷം കോടതിയിൽ നിന്നും ശിക്ഷിക്കപ്പെട്ട പോലീസുകാരുടെ ശിക്ഷാ കാലാവധി കുറക്കുന്നതിനെ കുറിച്ചുള്ള ഒരു അപേക്ഷ പരിഗണനയ്ക്ക് വന്നു. ശിക്ഷയുടെ ആഘാതവും അവരുടെ കുടുംബങ്ങളുടെ ദുരിതവും കണക്കിലെടുത്ത് ശിക്ഷ ലഘൂകരിക്കുന്നതിന് സാധ്യതയുണ്ടായിരുന്നു. എങ്കിലും DM ശിവാനി മേത്ത ശക്തമായ നിലപാടെടുത്തു. നിയമം അതിന്റെ വഴിക്ക് പോകണം. ആ നിഷ്കളങ്കനായ കുട്ടിക്ക് അവർ നൽകിയ വേദനയ്ക്ക് മാപ്പില്ല. മാധ്യമങ്ങൾ വീണ്ടും ഈ വാർത്ത ഏറ്റെടുത്തു. പക്ഷെ ഇത്തവണ കൗശൽ യാദവിനെ പോലുള്ള പോലീസുകാരുടെ ക്രൂരതയെ കുറിച്ചായിരുന്നില്ല, മറിച്ച് ഒരു DM കാണിച്ച മനുഷ്യത്വത്തെ കുറിച്ചായിരുന്നു. സ്വന്തം മകനെ വളർത്തിയ ഒരു പാവപ്പെട്ട സ്ത്രീയെ സ്വന്തം വീട്ടിലേക്ക് സ്വീകരിച്ചുകൊണ്ട്
ശിവാനി മേത്ത സമൂഹത്തിന് ഒരു മാതൃകയായി. അങ്ങനെ ബസ് സ്റ്റാൻഡിൽ നിന്നും സമൂസ നഷ്ടപ്പെട്ട ആ സംഭവം ഒരു കുട്ടിയുടെ നഷ്ടപ്പെട്ട ജീവിതം വീണ്ടെടുക്കുന്നതിനും ഒരു സ്ത്രീയുടെ ത്യാഗം ആദരിക്കപ്പെടുന്നതിനും നീതി നടപ്പാക്കുന്നതിനും കാരണമായി. ഇരു അമ്മമാരുടെയും സ്നേഹത്തണലിൽ വളർന്ന ആ കുട്ടി തന്റെ ഭാവിയിൽ ഒരു വലിയ ഉദ്യോഗസ്ഥനായി മാറിയെങ്കിലും ഒരു സാധുവായ അമ്മയ്ക്ക് വേണ്ടി സമൂസ വിൽക്കേണ്ടി വന്ന ആ ദിവസത്തെ ഒരിക്കലും മറന്നില്ല. അവന്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അധികാരമായിരുന്നില്ല, മറിച്ച് ദയയും സത്യസന്ധതയുമായിരുന്നു. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഇപ്പോൾ കേട്ട ഈ കഥ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക. ഇതുവരെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും കാണാം. നന്ദി.